നാം നിലകൊള്ളുന്ന ഈ വെള്ളിയാഴ്ച, ഇന്നത്തെ വെള്ളിയാഴ്ച ഇസ്ലാമിക കലണ്ടർ ഹിജിരി കലണ്ടറിലെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ഈ ദുൽഹിജ്ജ അവസാനത്തെ വെള്ളിയാഴ്ചയോടുകൂടെ ഇസ്ലാമിക കലണ്ടറിലെ ഈ വർഷത്തെ അവസാനത്തെ വെള്ളിയാഴ്ച ജുമുഅ നമ്മൾ കൂടുകയാണ്. റഹ്മാനായ റബ്ബ് ഇക്കഴിഞ്ഞു പോയ വർഷത്തിലെ എല്ലാ തെറ്റുകുറ്റങ്ങളും നമുക്ക് മാപ്പ് നൽകി, പുറത്തു നൽകി റഹ്മാനായ റബ്ബ് നമുക്ക് മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞൊരു വർഷം കടന്നുപോയി. പുതിയൊരു വർഷത്തിലേക്ക് മുഅ്മിനീങ്ങളായ നമ്മൾ കടക്കുമ്പോൾ, നമ്മൾ പ്രവേശിക്കുമ്പോൾ ദുൽഹിജ്ജൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച വരുന്നത് പുതുവർഷത്തിലെ പുതുപുലരിയിൽ പുതിയൊരു വെള്ളിയാഴ്ചയാണ്. അല്ലാഹു തആല നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞൊരു വർഷം നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോൾ പുതിയൊരു വർഷത്തിലേക്ക് മനുഷ്യരാകുന്ന നമ്മൾ, ഇസ്ലാമിക വിശ്വാസികളാകുന്ന നമ്മൾ പ്രവേശിക്കുമ്പോൾ, കടക്കുമ്പോൾ ഒരുപാട് വരും കാലത്തേക്കുള്ള തീരുമാനങ്ങൾ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു വിചിന്തനം, കഴിഞ്ഞൊരു വർഷം നാം എന്താണ് പരലോക വിജയത്തിന് വേണ്ടിയിട്ട് നാം കരുതി വച്ചിട്ടുള്ളത്, അങ്ങനെ തുടങ്ങി ഒരുപാട് ചിന്തയിലൂടെയായിരിക്കണം ഈ ഒരു വെള്ളിയാഴ്ച, ഈ ഹിജ്റ കലണ്ടറിലെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മൾ കടന്നു പോകേണ്ടത്. വിശുദ്ധമായ ഖുർആൻ നമ്മോട് ഉണർത്തുന്നൊരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. വിശുദ്ധമായ ഖുർആൻ വിശ്വാസികളോട് ഉണർത്തുകയാണ്, ഓ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം, നിങ്ങൾ അല്ലാഹുവിനെ ആലോചിക്കണം. അതിലുപരി ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം, സൂക്ഷിക്കണം. പടച്ച റബ്ബിൻ്റെ വിധി വിലക്കുകളെ നമ്മൾ മാനിക്കണം. പടച്ച റബ്ബിൻ്റെ വിധി എന്താണ്? പടച്ച റബ്ബ് നമ്മോട് കൽപ്പിച്ചതെന്താണ്? വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. നാളെ വരുന്നൊരു ദിവസത്തിലേക്ക്, നാളെ വരുന്ന പരലോക ജീവിതത്തിലേക്ക് എന്താണ് ഓരോ മനുഷ്യനും ഓരോ സത്യവിശ്വാസിയും കരുതി വച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കുകയും ചെയ്യണം. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത്? മനുഷ്യരെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ ഓരോ ചെയ്തികളും, നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും, നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും ഒബ്സർവേഷനിലാണ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ ചെയ്തികളും വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. എല്ലാം അല്ലാഹു തആല അറിയുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി മാത്രമേ ഈ ലോകത്ത് ഒരു പ്രവർത്തനവും ചെയ്യാവൂ എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ഒരു ആയത്ത്, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കഴിഞ്ഞ വർഷക്കാലത്ത് ഞാൻ എന്താണ് ചെയ്തത്, കഴിഞ്ഞൊരു വർഷം എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം പ്രവൃത്തികൾ സംഭവിച്ചു പോയിട്ടുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ സമയം കളഞ്ഞിട്ടുള്ളത്, എൻ്റെ ആരോഗ്യം എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കേണ്ട സമയമാണ്. കാരണം ഞാൻ വലിയൊരു വീട് വെച്ചു, ഞാൻ നല്ലൊരു കാറ് മേടിച്ചു, എൻ്റെ കല്യാണം കഴിഞ്ഞു, അങ്ങനെ തുടങ്ങി നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ ഓരോ നല്ല കാര്യങ്ങളും എടുത്തു പറയുന്നതിൽ ഉപരി
മുഅ്മിനീങ്ങളാകുന്ന നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ഒരു വർഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ അല്ലാഹു തആലയ്ക്ക് വേണ്ടി എൻ്റെ ആഖിറ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് ഞാൻ എന്താണ് ചെയ്തു വച്ചിട്ടുള്ളത്? അതാണ് വിശുദ്ധമായ ഖുർആൻ വിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്ത് നമ്മളോട് ഉണർത്തുന്നത്. മഹാനായ തൗബ ബിൻ സിമ്മ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഈ ഖുർആൻ ആയത്ത് കേട്ടപ്പോൾ മഹാനവറുകളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുക്കുകയാണ്. ഒരു ആത്മപരിശോധന, ഒരു മുഹാസബ നടത്താൻ മഹാനായ തൗബ ബിൻ സിമ്മ റളിയല്ലാഹു അൻഹു ആലോചിക്കുകയാണ്. മഹാനവറുകൾ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു കണക്കെടുത്തു. എന്നിട്ട് മഹാനവറുകൾ തൗബ ബിൻ സിമ്മ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 60 വയസ്സ് പൂർത്തിയാക്കിയിരിക്കുന്നു. 60 വയസ്സ് കഴിഞ്ഞ അദ്ദേഹം ചിന്തിക്കുകയാണ്, പടച്ചവനെ, ഈ 60 വയസ്സുകാലം എൻ്റെ ജീവിതത്തിൽ എത്ര ദിവസങ്ങളാണ് കടന്നുപോയിട്ടുള്ളത്? ഈ തൗബ ബിൻ സിമ്മ മഹാനായ സൂഫി വര്യൻ ചിന്തിക്കുകയാണ്, ഈ 60 വയസ്സിൽ എത്ര ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയി? മഹാനവറുകൾ 365 ദിവസം കണക്ക് കൂട്ടിയിട്ട് മഹാനായ തൗബ ബിൻ സിമ്മ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നു, 21,500 ദിവസം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇന്ന് വരെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കണം, ചെറിയൊരു സംഖ്യയാണ്. 21,500 ദിവസം 60 വയസ്സുകാലം ജീവിച്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ ഈ മഹാൻ ചിന്തിക്കുന്നത്, ഈ 21,500 ദിവസങ്ങൾ വൈലതാ അൽഖൽ മലീക ബിവാഹിദിൻ വഇശ്രീന അൽഫ ദംബ. ഈ 21,500 ദിവസങ്ങളിൽ ഒരു ദിവസം ഞാൻ ഒരു തെറ്റ് വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാ വൈലതാ, എൻ്റെ നാശമേ, 21,500 തെറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടാകുമല്ലോ. ഈ മഹാനായ മനുഷ്യൻ ചിന്തിക്കുന്നത്, കഴിഞ്ഞുപോയ വർഷങ്ങളിൽ ഒരു ദിവസം ഒരു തെറ്റ് എന്ന കണക്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 21,500 തെറ്റുകൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്നിട്ട് ഈ മഹാൻ ഇങ്ങനെ നിന്ന് കരയുകയാണ്. ഈ ആയത്ത് കേട്ടിട്ട് ഈ മഹാൻ ചിന്തിച്ചുകൊണ്ട് കരയുകയാണ്, എൻ്റെ തെറ്റുകൾ ഒരു ദിവസം ഒരു തെറ്റ് മാത്രമാണോ നമ്മൾ ചെയ്യുന്നത്? എന്തെല്ലാം തെറ്റുകളിലൂടെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ഒരു ദിവസം കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ എടുത്തു നോക്കിയാൽ എത്രമാനം തെറ്റുകളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകുക എന്നോർത്തിട്ട് ഈ മഹാൻ ഇങ്ങനെ കരഞ്ഞ് വളരെ പ്രയാസപ്പെട്ട് മനസ്സ് ഇങ്ങനെ വിണ്ടിട്ട് അദ്ദേഹം വീണുകൊണ്ട് മരിച്ചു പോവുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഒരു ആയത്ത് കേട്ടപ്പോൾ, നാളേക്ക് വേണ്ടി മനുഷ്യ നീ എന്താണ് ചെയ്തു വച്ചിട്ടുള്ളത് എന്ന വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്ത് കേട്ടപ്പോൾ തൗബ ബിൻ സിമ്മ എന്ന് പറയുന്ന മഹാനായ സൂഫി അദ്ദേഹം ഈ ലോകത്ത് നിന്ന് ചിന്തിച്ചുകൊണ്ട് വിട പറഞ്ഞു പോയെങ്കിൽ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞുപോയൊരു ആയുസിൻ്റെ കണക്കെടുപ്പ്, ഒരു മുഹാസബ, ഒരു വിചിന്തനം, ഒരു ആത്മപരിശോധന ഇത് നമുക്കും ആവശ്യമല്ലേ എന്നാണ് ഈ ചരിത്രം നമ്മോട് ഉണർത്തുന്നത്. മഹാനായ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ 2ാമത്തെ ഖലീഫ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് മഹാനവറുകൾ പറയുന്നുണ്ട്, ഹസിബു അൻഫുസകും ഖബ്ല അൻ തുഹാസബൂ. മനുഷ്യന്മാരെ, ഹാസിബു, നിങ്ങൾ എന്തു ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കണക്കെടുക്കണം, നിങ്ങളുടെ ശരീരത്തിൻ്റെ കണക്കെടുക്കണം. എന്തുകൊണ്ടെന്നാൽ ഖബ്ല അൻ തുഹാസബൂ, നിങ്ങളെ വിചാരണ ചെയ്യുന്ന നിങ്ങളുടെ ശരീരത്തിൻ്റെ ചെയ്തികൾ, നിങ്ങൾ ഈ ജീവിതകാലത്ത് ചെയ്തു വച്ച എല്ലാ പ്രവർത്തനങ്ങൾ എണ്ണി ചോദ്യം ചെയ്യപ്പെടുന്ന, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട്. അതുകൊണ്ട് ആ ദിവസത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഹാസിബു അൻഫുസകും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങളൊന്ന് കണക്കെടുക്കുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്,
എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഒരു വിചിന്തനം, ഒരു ആത്മപരിശോധന. എൻ്റെ ഇത്രയും കാല ജീവിതത്തിൽ ഞാൻ വളർന്നു വലുതായി, സ്കൂളിൽ പോയി, കോളേജുകളിൽ പോയി, വലിയ ബിരുദങ്ങൾ സമ്പാദിച്ചു, പണം സമ്പാദിച്ചു, വലിയ ജോലിയിലെത്തി, നിലയിലെത്തി. ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ അല്ലാഹു തആലയ്ക്ക് ഇഷ്ടമുള്ള എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു, അല്ലാഹു തആലയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചു. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ തന്നെ ഒന്ന് വിചാരണ ചെയ്യണമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാനവറുകൾ തുടർന്ന് പറയുകയാണ്, വസിനുഹാ ഖബ്ല അൻ തുസനു. നിങ്ങളുടെ ചെയ്തികളെ നിങ്ങളൊന്ന് തൂക്കി നോക്കുക, തുലനം ചെയ്ത് നോക്കുക. ഖബ്ല അൻ തുസനു, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തൂക്കം ചെയ്തിട്ട് നിങ്ങളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിക്കുന്നൊരു ദിവസം വരാനുണ്ട്. ആ ദിവസം എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ തൂക്കം നോക്കിയിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കുക, അല്ലാഹു തആല എനിക്ക് തന്ന ഈ ജീവിതം, അല്ലാഹു തആല എനിക്ക് സമ്മാനിച്ച ഈ ജീവിതം ഞാൻ ചോദിച്ചിട്ട് തന്നതല്ല പടച്ചവൻ. അല്ലാഹു തആലയോട് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നമ്മൾ ചോദിച്ചിട്ടില്ല, പടച്ചവൻ എനിക്ക് ദുനിയാവിലൊരു ജീവിതം കൊണ്ടുതാ. നമ്മൾ ചോദിക്കാതെ പടച്ച റബ്ബ് തന്ന ഈ ജീവിതമുണ്ടല്ലോ, ഈ ജീവിതത്തിൽ അല്ലാഹു തആല നമുക്ക് തരുന്ന ഓരോ അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചിട്ട് ആ അനുഗ്രഹങ്ങളിലൂടെയെല്ലാം കടന്നുപോയിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുക, അല്ലാഹു തആലയ്ക്ക് ഇഷ്ടമുള്ള പടച്ച റബ്ബ് ചെയ്യാൻ പറഞ്ഞ നിർബന്ധമായ എത്ര കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ മുടങ്ങാതെ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല ഒഴിവാക്കുന്നേ, മനുഷ്യ നീ അതിലേക്ക് അടുത്തു പോകല്ലേ, മനുഷ്യ നീ ചെയ്തു പോകല്ലേ എന്ന് പറഞ്ഞ എത്രമാനം കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് നീ ചിന്തിക്കണം. വസിനുഹാ ഖബ്ല അൻ തുസനൂ. ആഖിറ ലോകത്തെത്തുന്ന സമയത്ത് മനുഷ്യ നിന്റെ എല്ലാ ചെയ്തികളും, നിന്റെ നന്മയുടെ ഭാഗം, നിന്റെ നന്മയുടെ ഭാഗത്ത് നീ ചെയ്തു വച്ച എല്ലാ നിസ്കാരങ്ങൾ, എല്ലാ നോമ്പുകൾ, എല്ലാ ജുമുഅ ജമാഅത്തുകൾ, എല്ലാ ഖുർആൻ പാരായണങ്ങൾ, ദിക്ർ സ്വലാത്തുകൾ, നീ കൊടുത്ത സ്വതക്കകൾ, നീ കൊടുത്ത സകാത്തുകൾ, അങ്ങനെ തുടങ്ങി നിന്റെ എല്ലാ ചെയ്തികളും നന്മയുടെ ഭാഗത്ത് ഒരു തുലാസിൽ വെക്കുന്നൊരു ദിവസം വരുന്നുണ്ട്. ആ ദിവസത്തിൽ തന്നെ നീ കണ്ണുകൊണ്ട് ചെയ്ത നിന്റെ തെറ്റുകളുണ്ടല്ലോ, നീ കാതുകൾ കൊണ്ട് നീ ചെയ്തു പോയ നിന്റെ തെറ്റുകളുണ്ടല്ലോ, നിന്റെ മനസ്സുകൊണ്ട് നീ ചിന്തിച്ചു പോയ വേണ്ടാത്തരങ്ങളുണ്ടല്ലോ, അതുപോലെ നീ സാമ്പത്തികമായി ഇടപാടുകൾ നടത്തിയിട്ട് പടച്ച റബ്ബ് വേണ്ട എന്ന് പറഞ്ഞ സാമ്പത്തിക ഇടപാടുകൾ നീ നടത്തിയല്ലോ, നിന്റെ ശരീരം കൊണ്ട് നീ തെറ്റു ചെയ്തു പോയല്ലോ. അങ്ങനെയുള്ള എല്ലാ തെറ്റുകളും അപ്പുറത്തെ തുലാസിൽ വെച്ചിട്ട് കനം തൂക്കി നോക്കിയിട്ട് നിന്നെ നരകത്തിലേക്ക് പറഞ്ഞയക്കുന്ന ദിവസം. നന്മയുടെ ഭാഗത്ത് കനം തൂങ്ങുന്നുവെങ്കിൽ, നമ്മുടെ നിസ്കാരങ്ങൾ നേരായ മാർഗത്തിലാണെങ്കിൽ, നമ്മുടെ വിശുദ്ധമായ ഖുർആൻ പാരായണങ്ങൾ നേരായ മാർഗത്തിലാണെങ്കിൽ, നമ്മുടെ വുളൂ ശരിയല്ലെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന് കോട്ടം വരും. നമ്മുടെ വുളൂ ശരിയല്ലെങ്കിൽ ഖുർആൻ തൊടാൻ പറ്റൂല. അങ്ങനെ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയി, ഒരുപാട് അശ്രദ്ധ കൊണ്ട് നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ ഒരുപാട് പിഴവുകൾ സംഭവിച്ചിട്ട് നമ്മുടെ നിസ്കാരങ്ങൾ എത്രമാനം പൂർണ്ണാർത്ഥത്തിലുള്ളതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയുള്ള നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മളൊരു നോമ്പ് നോൽക്കുകയാണെങ്കിൽ നോമ്പിൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റെല്ലാം ചിന്തിക്കുന്നത്, അല്ലാഹു തആല വർജിക്കാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം എല്ലാം വർജിച്ചുകൊണ്ടാണോ നമ്മൾ നോമ്പ് നോക്കിയിട്ടുള്ളത്? അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് നന്മയാണ് നമുക്ക് ആഖിറത്തിൽ ഈ നന്മ കൊണ്ട് ഞാൻ വിജയിക്കുമെന്ന് പറയാൻ സാധിക്കുക? നമ്മുടെ നന്മയുടെ ഭാഗത്ത് നമ്മുടെ ഇങ്ങനെയുള്ള നിസ്കാരങ്ങളാണ് കൊണ്ടുവെക്കുന്നത്. ഈ മനുഷ്യൻ ചെയ്ത നിസ്കാരങ്ങൾ
നോമ്പുകൾ, സകാത്തുകൾ, സ്വതക്ക കൊടുക്കുമ്പോൾ വലതു കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന് പറയുന്നത് പോലെ രഹസ്യമായി കൊടുക്കേണ്ടുന്ന സ്വതക്കകൾ നാം നാലാളെ അറിയിച്ച് അതിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുത്തിക്കൊണ്ട് കൊടുക്കുകയാണ്. അങ്ങനെ തുടങ്ങി ഇങ്ങനെയുള്ള നന്മകളെല്ലാം ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ, വളരെ സ്വീകാര്യതയോടുകൂടെ ചെയ്യുന്ന ഒരുപാട് തെറ്റുകളുണ്ട്. അറിഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റിലേക്ക് ഇങ്ങനെ അടുത്തിട്ട് ആ തെറ്റുകളും പടച്ച റബ്ബ് നാളെ തുലാസിൽ വെച്ച് തോൽക്കുന്നൊരു ദിവസം വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ദിവസത്തിലേക്ക് കാത്തു നിൽക്കാതെ നിങ്ങളുടെ ഈ ജീവിതത്തിൽ തന്നെ, ഈ മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് തൂക്കി നോക്കിയിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ പടച്ച റബ്ബേ എനിക്ക് പുറത്തു തരണേ എന്ന് പാതിരാത്രി എഴുന്നേറ്റിരുന്നു കൊണ്ട് പടച്ച റബ്ബിനോട് കരമുയർത്തി പ്രാർത്ഥിച്ച അല്ലാഹു തആല പുറത്തു തരും. അങ്ങനെയുള്ള പൊറുപ്പിക്കേണ്ട തെറ്റുകളെല്ലാം പൊറുപ്പിച്ച് ജീവിക്കേണ്ടുന്ന രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വുളൂഉകളും നമ്മുടെ നിസ്കാരങ്ങളും എല്ലാം കൃത്യമായി ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ട് പോകാനാകണം ഇന്നത്തെ വെള്ളിയാഴ്ച. കാരണം ഹിജറ കലണ്ടറിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അടുത്തൊരു വെള്ളിയാഴ്ച വരുമ്പോൾ അത് മുഹറത്തിലെ പുതിയ വർഷത്തിലെ പുതിയൊരു വെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ കടക്കുന്നു, പുതു വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞൊരു വർഷം നാം എന്തൊക്കെയാണ് ചെയ്തത്, അതിലെന്തെല്ലാം തെറ്റുകൾ തിരുത്താനുണ്ട്, എന്തെല്ലാമാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്, എന്തെല്ലാമാണ് നമ്മൾ കൂട്ടേണ്ടത്, അങ്ങനെയെല്ലാം തുടങ്ങി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വേണം നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ. അല്ലാഹു തആല നമുക്ക് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനമായി ഒറ്റ ഹദീസ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ്. രണ്ട് അനുഗ്രഹങ്ങൾ മനുഷ്യനുണ്ട്. അല്ലാഹു തആല രണ്ട് അനുഗ്രഹങ്ങൾ മനുഷ്യന് ചെയ്തു തന്നിട്ടുണ്ട്. ആ രണ്ട് അനുഗ്രഹങ്ങൾ മനുഷ്യനെ എപ്പോഴും ചതിച്ചുകൊണ്ടിരിക്കും. മനുഷ്യനെ ചതിയിൽപ്പെടുത്തുന്ന രണ്ട് അനുഗ്രഹങ്ങൾ അല്ലാഹു തആല മനുഷ്യന് തന്നിട്ടുണ്ട്. അസ്സിഹ്ഹതു വൽ ഫറാഗ്. ഒന്നാമത്തേത് അവൻ്റെ ആരോഗ്യമാണ്. ഈ ആരോഗ്യം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അകത്ത് കിടക്കുമ്പോഴായിരിക്കും നമുക്ക് നിസ്കരിക്കാൻ തോന്നുന്നത്. അതുവരെ തുള്ളിച്ചാടി റോട്ടിലൂടെ, അതുപോലെ തന്നെ പറമ്പിലൂടെ, ഗ്രൗണ്ടിലൂടെ തുള്ളിച്ചാടി നടക്കുന്ന നമുക്ക് നിസ്കാരത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകില്ല. പക്ഷേ നമ്മൾ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേദന വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, റെസ്റ്റിൽ കിടക്കുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുക, പടച്ച റബ്ബേ ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ. നമുക്ക് വേദനകൾ വരുമ്പോഴാണ്, നമുക്ക് അനാരോഗ്യം വരുമ്പോഴാണ്, സുഖം മാറിയിട്ട് അസുഖങ്ങൾ വരുമ്പോഴാണ് നമുക്ക് പടച്ച റബ്ബിനെ ഓർമ്മ വരുന്നത്. അതാണ് നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ്. ആരോഗ്യം നമ്മളെ ചതിക്കും. ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ ഒരുപക്ഷെ പടച്ച റബ്ബിനെ മറന്നുപോയിട്ട് അനാരോഗ്യമുള്ള അസുഖമുള്ള സമയത്തായിരിക്കും മനുഷ്യ നീ ഓർക്കുക. അതുപോലെ തന്നെ വൽ ഫറാഗ്, നിന്റെ ഒഴിവ് സമയം നിന്നെ ചതിച്ചു കളയും. കാരണം ഒഴിവ് സമയം എങ്ങനെയാണ് ഒരു മനുഷ്യൻ വിനിയോഗിക്കുക എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നു. പ്രത്യേകം രണ്ട് കാര്യങ്ങൾ നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ചോദിക്കും. ഒന്ന് ആരോഗ്യവും, രണ്ട് നിന്റെ ഒഴിവ് സമയവും. ഒഴിവ് സമയത്ത് നീ എന്തെല്ലാമാണ് ചെയ്തത്, ആ ഒഴിവ് സമയത്തെ പറ്റിയിട്ട് പടച്ച റബ്ബ് പ്രത്യേകം ചോദിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പുതിയൊരു പുതുവത്സരത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ എല്ലാ തെറ്റുകളും നമ്മൾ ആലോചിക്കണം. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കുക, പടച്ച റബ്ബേ ഇന്നെങ്ങാനും ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ, ഈ ഉറക്കത്തിലെങ്ങാനും എൻ്റെ റൂഹ് പോയി കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ ഇതേ അവസ്ഥയിൽ പടച്ച റബ്ബിൻ്റെ മുന്നിലെത്തിച്ചെന്നാൽ, അള്ളാഹുവേ എൻ്റെ നിസ്കാരം കൊണ്ട് നീ എന്നെ സ്വർഗത്തിലാക്കിത്താ,
പടച്ചറബ്ബേ, എൻ്റെ ഈ അമല് കൊണ്ട് നീ എനിക്ക് സ്വർഗം താ എന്ന് പറയാൻ പറ്റുന്ന എന്തൊരു അമലാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാലം സംഭവിച്ചിട്ടുള്ളത് എന്ന് മനുഷ്യ, ഞാനും നിങ്ങളും എൻ്റെ ശരീരവും നിങ്ങളുടെ ശരീരവും ചിന്തിക്കണം. അല്ലാഹു തആല നമുക്ക് നല്ലത് മനസ്സിലാക്കാൻ, നല്ലത് സ്വീകരിക്കാൻ, നല്ല പോലെ ജീവിക്കാൻ വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഒരു സെൻസസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. നമ്മുടെ ഈ മഹല്ലിലെ ഒരു ഫോം തരുമെന്നും അത് പൂരിപ്പിച്ച് തിരികെ ഈ വെള്ളിയാഴ്ച വരുമ്പോൾ കൊണ്ടുവരണമെന്നും കഴിഞ്ഞ ആഴ്ച അറിയിച്ചിരുന്നു. അത് കൊണ്ടുവന്നവർ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആ ഫോം തിരികെ നൽകുക. ഇനി കൊണ്ടുവരാത്തവരുണ്ടെങ്കിൽ റിസീവറുമായി ബന്ധപ്പെട്ട് ആ ഫോം കമ്മിറ്റിയെ ഏൽപ്പിക്കുക. അതുകൊണ്ട് അക്കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധ ചെലുത്തണമെന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു, SSLCയിലും +2വിലും ജയിച്ച വിദ്യാർത്ഥികൾ, ഫുൾ A+ കിട്ടിയവരല്ല, പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികളുടെയും മാർക്ക് ലിസ്റ്റും വേണ്ടപ്പെട്ട രേഖകളും കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്നും കമ്മിറ്റി നല്ലൊരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നെല്ലാം കഴിഞ്ഞ ആഴ്ച അറിയിച്ചിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള രേഖകൾ, മാർക്ക് ലിസ്റ്റ് കൊടുക്കാൻ വൈകിയവരുണ്ടെങ്കിൽ ഈ ഒരാഴ്ച സമയമുണ്ട്. അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുന്നേ ഇൻഷാ അല്ലാഹ് എല്ലാവരും ജയിച്ച വിദ്യാർത്ഥികൾ മുഴുവനും ആ രേഖകൾ കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്ന്, കമ്മിറ്റി നൽകുന്ന അവാർഡ് അനുമോദനം സ്വീകരിക്കണമെന്നും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച മരണപ്പെട്ടു പോയ പൂവാമ്പറമ്പിൽ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു സഹോദരൻ റഹ്മാനായ റബ്ബ് അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി നൽകുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് പുറത്തു നൽകുമാറാകട്ടെ. സ്വർഗം ലഭിക്കുന്നവരിൽ അവരെയും നമ്മെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഖാലിഖിൽ അനാം അഹ്മദുഹു അലാ നിഅമിത് തുആം وأشهد أن لا إله إلا الله وحده لا شريك له ذو الجلال والإكرام وأشهد أن سيدنا محمدا عبده ورسوله الصفي الهمام صلى الله وسلم على سيدنا محمد وعلى آله وأصحابه الكرام. أما بعد فيا أيها الناس أوصيكم عباد الله وإياي بتقوى الله وافعلوا ما أمركم الله وانتهوا عما نهاكم الله. أشفوا السلام وصلوا الأرحام وصلوا بالليل والناس نيام. عليكم بقيام الليل فإنه دأب الصالحين الكرام. ما زال عبد يتقرب إلى الله بالنوافل كما علمه النبي الهمام. من عليه فوائد فاتته بغير عذر يحرم عليه التطوع وفرض الكفاية وفرض عين موسع كما بينه الفقهاء العظام. عباد الله، بادروا بقضاء صلاتكم تدخلوا الجنة بسلام وطهروا قلوبكم من الدنس والآثام واعلموا للآخرة فإنها باقية على الدوام وازهدوا في الدنيا فإنها فانية إلى انصرام وادعوا الله بالعافية فإنه كاشف الضر والأسقام. قال النبي صلى الله عليه وسلم: إن في الجنة غرفا يرى ظاهرها من باطنها وباطنها من ظاهرها أعدها الله تعالى لمن أطعم الطعام وآلان الكلام وتابع الصيام وصلى بالليل والناس نيام. عباد الله، أحسنوا على الفقراء والمساكين والأيتام، وصلوا الأقارب والجيران والأرحام، واتقوا الله تقواه تدخلوا في دار السلام. جعلنا الله وإياكم من الفائزين الآمنين، وأدخلنا وإياكم في عباده الصالحين. إن أحسن قصص المؤمنين كلام الله رب العالمين. أعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم يا أيها المزمل قم الليل إلا قليلا نصفه أو انقص منه قليلا أو زد عليه ورتل القرآن ترتيلا صدق الله العلي العظيم. بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الله الصمد لم يلد ولم يولد. الحمد لله الكريم المعبود وأشهد أن لا إله إلا الله الرحيم المحمود وأشهد أن سيدنا محمدًا عبده ورسوله أشرف مولود صلى الله وسلم على سيدنا محمد وعلى آله ما سبح ملك في سجود. أما بعد فيا أيها الناس اتقوا الله حق تقاته وبادروا إلى أداء مفترضاته واعلموا أن الله سبحانه وتعالى أمركم بأمر بدأ فيه بنفسه وثنى بملائكته المسبحة بقدسه وأيه بالمؤمنين من بريته إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل وسلم على رسولك سيدنا محمد الذي سبح في يده الحسبان ونبع من بين أصابعه الماء. اللهم ارض عن أشرف الخلفاء الراشدين وأفضل الأمراء المرشدين وهو الإمام الشفيق أفضل البشر بعد الأنبياء على التحقيق أمير المؤمنين أبو بكر الصديق. اللهم ارض عن الإمام المعظم في الأصحاب منور المسجد والمنبر والمحراب أمير المؤمنين عمر بن الخطاب. اللهم ارض عن سيد الأختان حبيب الرحمن جامع القرآن أمير المؤمنين عثمان بن عفان. اللهم ارض عن مظهر العجائب إمام المشارق والمغارب أمير المؤمنين علي بن أبي طالب. اللهم ارض عن عمي نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا وأساتذتنا من النار. اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المثوى وبئس القرار. اللهم انصر المسلمين الأبرياء في فلسطين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. أستغفر الله العظيم لي ولكم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.